സഭയിലെ ആ ചർച്ച നമുക്കൊന്ന് കാണാം. അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ എന്താണ് മറുപടി എന്ന് കേൾക്കാം. ഇവിടെ നിരവധി പ്രീസിഡൻസ് ഇതുപോലെ സബ്ജുഡീസാണ് എന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടുണ്ട്. പല സർക്കാരിന്റെ സമയത്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പ്രീസിഡൻസ് ഇവിടെയുണ്ട്. ഇത് വളരെ ഗൗരവതരമായൊരു വിഷയമാണ്. ഹൈക്കോടതി വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് അവരുടെ അഭിപ്രായം പറയുകയും അവരന്വേഷണം ഉത്തരവിടുകയും ചെയ്ത കേസാണ്. അവിടെ ഒരു ക്ലോഷർ ഉണ്ടായിട്ടുണ്ട്. അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന കേസാണ്. ഗൗരവതരമായി ശബരിമല പോലുള്ള സാർ ഞാനൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ. സാർ എസ് പറഞ്ഞ ഞാൻ എങ്ങനെ പറയണേ, എന്റെ ഒരു സെന്റൻസ് പോലും പൂർത്തിയാക്കാൻ സമ്മതിക്കില്ലല്ലോ. ഇതൊക്കെ റൈറ്റ് ആണ്. സ്പീക്കർ ഇത് നിഷേധിച്ചാൽ ലീഡർ ഓഫ് ഒപ്പോസിഷന്റെ റൈറ്റ് ആണ്. എന്റെ ഒരു സെന്റൻസ് പോലും പറയുന്നതിനും എല്ലാ വാക്കിനും എസ് പറഞ്ഞ ഞാൻ എങ്ങനെ പറയും? അപ്പൊ ഇത് വളരെ ഗൗരവത്തോടു കൂടിയുള്ള ഒരു വിഷയമാണ്. ശബരിമലയിൽ നിന്നും 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ ഉദ്യോഗസ്ഥർ അറിയാതെ അടിച്ചു മാറ്റിയൊരു വിഷയമാണ്. ശബരിമല ഭക്തരെ മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ, ഈ വിഷയം വളരെ ക്ലിയർ കട്ടായി പറഞ്ഞു. ഇത് ഫ്ലോറിനകത്ത് സബ്ജുഡീസ് ആണ്. 52 ക്ലോസ് 7 പ്രകാരം പറ്റുന്നതല്ല. ഞാൻ പറഞ്ഞല്ലോ, അതിനകത്ത് നിങ്ങൾ പ്രസിഡൻസ് പറഞ്ഞിട്ടുണ്ടാവും. ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്ന് പറഞ്ഞ പോലെ സമ്മൺ ഹാസ് ടു ബെൽ ദ കാറ്റ്. ഇവിടെ ഈ ചെയർ ബെൽ കാറ്റിന് പൂച്ചക്ക് മണി കെട്ടുകയാണ്. ഇനി പ്രസിഡന്റ് അനുവദിക്കുന്നല്ല. പറഞ്ഞോട്ടെ. ഗൗരവതരമായി അയ്യപ്പ ഭക്തരെയും വിശ്വാസികളെയും മുഴുവൻ വിഷമത്തിലാക്കിയ ഗുരുതരമായ പ്രശ്നമാണ്. ഗവൺമെന്റ് അവരെ സംരക്ഷിക്കുകയാണ്. ദേവസ്വം ബോർഡ് അവരെ സംരക്ഷിക്കുകയാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ പിന്തുണയോടുകൂടി 4 കിലോ സ്വർണം ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ട് ഈ സഭയിൽ ഇത് അനുവദിക്കില്ല എന്ന് പറയുന്നത് വളരെ തെറ്റായ ഒരു കീഴ്വഴക്കമാണ് സാർ. ഞങ്ങൾ അതിൽ പ്രതിഷേധിച്ച് ഞങ്ങൾ വാക്കൗട്ട് ചെയ്യുന്നു. അങ്ങ് ഇവിടെ ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ ചട്ടത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഈ കാര്യം ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി അടിയന്തര പ്രമേയം ചർച്ചയ്ക്കെടുത്തതിന്റെ ക്ഷീണം തീർക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇത്തവണ ഈ അനുവദിക്കാനാവില്ല, സബ്സിഡീസ് ആണ് എന്നറിഞ്ഞ വിഷയം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുള്ളത്. ഇന്നിരിക്കേണ്ടി വന്നാലോ എന്ന് ഭയന്നിട്ടാണ് സാർ ഇത് വളരെ വ്യക്തമാണ്. കേരള നിയമസഭയുടെ ചട്ടത്തിലുണ്ട്, പാർലമെന്റിന്റെ ചട്ടത്തിലുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും നിയമനിർമ്മാണ സഭകൾ പൊതുവിൽ പാലിച്ചു പോരുന്നൊരു കാര്യമാണ് സബ്ജുഡീസായി കോടതിയുടെ പരിഗണനയിലുള്ള വിഷയം ചർച്ച ചെയ്യാതിരിക്കുക എന്നുള്ളത്. സർ, 3 സെപ്റ്റംബർ 17 ഉത്തരവിൽ 3 ആഴ്ച കൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ഉത്തരവിട്ടിരിക്കുകയാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. എന്നിട്ടും ഇത് കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം സ്റ്റേറ്റ് ചെയ്യട്ടെ. മിനിസ്റ്റർ പറഞ്ഞോട്ടെ. നിങ്ങൾ ഇന്ററപ്റ്റ് ചെയ്യേണ്ട കാര്യം മിനിസ്റ്റർ പറയട്ടെ. എന്നിട്ടും കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം അനുവദിക്കില്ല ചെയർ എന്ന് അറിഞ്ഞിട്ടും കൊണ്ടുവന്നത് ഈ ആഗോള അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടത്തിയ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടതിന്റെ ക്ഷീണവും കൊതിക്കറിവും മൂലമാണ്. സർ, ഇവരാദ്യം RSSുമായി ചേർന്ന് ആഗോള അയ്യപ്പ സംഗമം തടയും എന്ന് പ്രഖ്യാപിച്ചു. പിന്നീട് അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി നടത്താമെന്ന് പറഞ്ഞു. അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി കയ്യോടെ തന്നെ ഹർജി തള്ളി. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോ സഭയിൽ RSSന് ആളില്ലാത്തതിന്റെ കുറവ് പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതെ, സാധാരണ നമ്മൾ പറയും അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് പറയും. ഇവിടെ കോടതിയിൽ തോറ്റതിന് ചെയറിനോടും സഭയോടുമാണ് ഇപ്പൊ പരാക്രമം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അനുവദിക്കാനാവില്ല എന്നുള്ളത് അത്തരമൊരു അതുകൊണ്ടാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയം സ്പീക്കർ തള്ളിയിരിക്കുന്നത്. സബ്ജുഡീസ് ആണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയം. ഇതിൽ അടിയന്തര പ്രമേയ ചർച്ച ഇനി മുതൽ സാധ്യമാവില്ല എന്നാണ് സ്പീക്കർ അറിയിച്ചിരിക്കുന്നത്.